മധ്യപ്രദേശിൽ അനധികൃതമായി പ്രവർത്തിച്ച അനാഥാലയത്തിൽ നിന്ന് കാണാതായ 26 പെൺകുട്ടികളും സുരക്ഷിതർ. കുട്ടികൾ അവരുടെ കുടുംബത്തിനൊപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് അറിയിച്ചു. അനധികൃതമായി പ്രവർത്തിക്കുന്ന അനാഥാലയങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, വിവരങ്ങൾ. ഉന്മേഷ്, ഏറെ ആശ്വാസകരമായ വാർത്തയാണ് ഇതുമായി അനധികൃതമായി പ്രവർത്തിച്ച അനാഥാലയത്തിൽ നിന്നും കാണാതായ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കാണാതായ 26 കുട്ടികളും സുരക്ഷിതരാണ്, അവരവരുടെ വീടുകളിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ മധ്യപ്രദേശിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ അനാഥാലയങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രി മോഹൻ യാദവ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ പോലീസ് ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. കുട്ടികൾ അവരുടെ വീടുകളിലേക്ക് ഈ അനാഥാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതൃപ്തി കാരണം അവർ വീടുകളിലേക്ക് തന്നെ തിരികെ മടങ്ങിയതാണ് എന്നുള്ള നിഗമനത്തിൽ ഇന്നലെ തന്നെ പോലീസ് എത്തിയിരുന്നു. തുടർന്ന് ഇവരുടെ പ്രദേശം കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിച്ചിരുന്നു. ആ അന്വേഷണത്തിനൊടുവിലാണ് 26 പേരും വീടുകളിലുള്ളതായി, കുടുംബത്തോടൊപ്പം തന്നെ ഉള്ളതായുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. എന്തായാലും ഈ അനധികൃത അനാഥാലയവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. കേസിൽ ഈ അനിൽ മാത്യുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കൃത്യമായ രജിസ്റ്ററുകളോ അല്ലെങ്കിൽ ഈ ഇവിടേക്ക് വരുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളോ ഒന്നും തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനാണ് പോലീസ് ഒരുങ്ങുന്നത്. ലൈസൻസ് ഇല്ലാതെയാണ് ഈ അനാഥാലയം പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതും ഈ വിഷയത്തിൽ ഗൗരവകരമായി തന്നെ കാണുന്നുണ്ട്. എന്തായാലും തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ഒപ്പം തന്നെ വലിയ തരത്തിൽ ഇന്നലെ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ മിന്നൽ പരിശോധനയിലാണ് ഇത്തരമൊരു വലിയ ക്രമക്കേട് തന്നെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉന്മേഷ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.